ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് കൂർക്കയും ക്യാരറ്റും വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ കുറുക്കയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയും തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഞാൻ ഇത് രണ്ടും സെപ്പറേറ്റാണ് വേവിക്കുന്നത്. സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കൂർക്ക വേവിച്ചു, അതിന് ശേഷമാണ് ക്യാരറ്റ് ചേർക്കുന്നത് കേട്ടോ. അപ്പം കൂർക്കയ്ക്ക് എന്തേരം വേവുള്ളതാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ക്യാരറ്റ് ഇടുമ്പോൾ പെട്ടെന്ന് വെന്ത് പോകില്ല, അതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ കൂർക്കയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടെ കറിയൊക്കെ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ടാവും വെച്ചിട്ട്. അധികം വേവുള്ള കുറുക്കയല്ലായിരുന്നു. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരണം കേട്ടോ, അതുവരെ വേവിച്ചെടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കൂർക്കയുടെയൊക്കെ വെള്ളമൊക്കെ വലിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങയും അതുപോലെ മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും കൂടി ഒന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുത്താൽ, അധികം അരിഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യൊന്നും വേണ്ട, ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കുക, അല്ലെ വെന്ത് ഓവറായി പോകും, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തേങ്ങയൊക്കെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നല്ല കുറുക്കടൊക്കെ മണം ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.